ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഞാനിത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മുടി കെട്ടി ആദ്യത്തെ ഒരു എണീറ്റ് കഴിഞ്ഞാലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മുടി കെട്ടാന്നുള്ളത്. അത് കഴിഞ്ഞിട്ടൊക്കെ ഇട്ട് ഞാൻ പല്ലൊക്കെ തേക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് പോയി. ബ്രഷും ചെയ്ത് പിന്നെ ഞാൻ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി കേട്ടോ. ഒരു അമ്മ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. അപ്പോൾ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിത് വലത് കാലൊക്കെ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോണത് കിച്ചണിലേക്കാണ് കേട്ടോ. കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചായ വെക്കുക എന്നുള്ളത്. അല്ലല്ല, ചായ വെക്കാനല്ല കേട്ടോ. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് തിളപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുങ്കുമപ്പൂ ഇട്ടിട്ട് ഇപ്പോൾ കുടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പാൽ ആദ്യം തിളപ്പിക്കണം. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവളും ഞാനും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം പാൽ തിളപ്പിച്ച് ചായ തിളപ്പിച്ചാൽ പോരെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിത് ഈ ഒരു അളവ് ഗ്ലാസ്സിലാണ് കേട്ടോ പാലൊക്കെ എടുക്കണത്. അപ്പോൾ അങ്ങനെ പാൽ എടുത്തു, അത് തിളപ്പിക്കാനായിട്ട് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അത് തിളച്ചൊക്കെ വന്നു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അതുതന്നെ ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ബീഫ് കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് രണ്ടും കൂടിയിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഓയിലൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ അപ്പുറത്ത് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വർത്താനം അപ്പുറത്തും പറയുന്നുണ്ട്, ഇവിടെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഒക്കെ കൂടിയിട്ടാട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്താനായിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ തേച്ചു. അത് കഴിഞ്ഞ് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ചപ്പാത്തിയുടെ കാര്യം അപ്പുറത്ത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് ഇവള് എന്താ പറയുക, ചായക്കുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ മെല്ലെ വേഗം പോയിട്ട് അത് ചായ ആറ്റി റെഡിയാക്കിയിട്ട് ടേബിളും കൊണ്ട് വെച്ചു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കുമപ്പൂ ഇട്ടിട്ട് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ 2 പേർക്കുള്ള പാല് ഞാൻ മാറ്റിയിട്ട് അവൾക്കുള്ളത് ഞാൻ അവൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുടിച്ചു. അങ്ങനെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തേക്കൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വെച്ചത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അവിടെ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനോട് കൂടിയിട്ട് നടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് മെല്ലെ വേഗം കയറി ചായ കുടിക്കാനുള്ള പരിപാടി നോക്കി. അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് നമ്മൾ കായായിട്ടിട്ട് വെച്ചിട്ടായിരുന്നു കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടി അങ്ങനെ ഏകദേശം തീർന്നു കേട്ടോ. അപ്പോൾ ദേ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾ പോയി കേട്ടോ, അമ്മ പോയി. അപ്പോൾ ഞങ്ങളിത് ചോറ് വയ്ക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ആൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ചോറ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ വെക്കാൻ നിൽക്കണ്ടെന്ന്. അപ്പോൾ കലത്തിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ആൾ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുപ്പത്ത് തീ പൂട്ടുകയാണ്. തീ പൂട്ടി ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. വെള്ളം വെച്ചിട്ടാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, തീ പൂട്ടണം, അരി കഴുകിയിട്ട് അതിലിടണം, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പം അവൾ തീ പൂട്ടണ നേരമായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. മഴ ഇപ്പോൾ പെയ്യും എന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ പക്ഷേ മഴ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മഴ പെയ്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി പിന്നെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അരി ഇട്ടു കേട്ടോ. ഞാൻ അരി കഴുകിയിട്ട് കലത്തിലേക്ക് അരി ഇട്ടു. കാണാൻ പറ്റണില്ല, അതാണ് ഞാൻ വീശിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ വെന്തിട്ടൊന്നുമില്ല, മീൻസ് വേവ് കറക്റ്റ് വേവായിട്ടൊന്നുമില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയിരുന്ന് അരി വെന്തു. അപ്പോഴേക്കും അമ്മ എത്തി കേട്ടോ. ഒരു 1:30 അര ടൈം ആകുമ്പോഴേക്കും അമ്മ എത്തി. അപ്പോഴേക്കും ഞങ്ങൾ വേഗം അരി ഊറ്റിയിട്ടു. അപ്പോൾ കാലത്ത് തന്നെ അമ്മ കറി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പും മാങ്ങി കറി വെച്ചിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് ചോറ് മാത്രമേ വെക്കേണ്ടി വന്നുള്ളൂ. പിന്നെ ഉച്ചത്തുള്ള പരിപാടിയാണ്. ഉച്ചത്തെ കറിക്കുള്ളത് മറ്റേ ചെറുപയറുണ്ട്, പിന്നെ പരിപ്പും മാങ്ങയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, പിന്നെ മാങ്ങാച്ചാറുണ്ട്. മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. നല്ല സൂപ്പർ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ വെക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ചായയല്ല, കാപ്പിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ കഴിച്ചു. അപ്പോൾ മറ്റേ കേക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്രീം ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്.
അപ്പോൾ ഞാൻ ഇതിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 4:45 ആവാറായിട്ടുണ്ട്. 4:45 അല്ല, 5:45 ആവാറായിട്ടുണ്ട്. നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു 3 മണി അല്ല, 2:30 തൊട്ട് 5 മണി ആവുന്ന വരെ നല്ല ഉറക്കമായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായ വെച്ചു. ചായ കുടി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ കുറച്ച് നേരം നടക്കും, ഒരു 6 മണി വരെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് കയറും കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ. കാലത്ത് തൊട്ടേ നല്ല മഴയായിരുന്നു. ഏകദേശം ഒരു 6 മണി തൊട്ട് നല്ല മഴയായിരുന്നു. കാരണം 6 മണിക്ക് മഴയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി എത്ര മണിയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ 6 മണിയായിരുന്നു. അപ്പോൾ ഹോളിൽ പോവുക, കുളിക്കുക, അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഈവനിങ് വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിച്ചത്. പറയാന്ന് വെച്ചാൽ അമ്മയില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പുറത്ത് ഉച്ച വരെ കേട്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുണ്ടായിരുന്നു. ഉച്ച കഴിയണ വരെ ഒരു 1 മണി വരെ ആളുണ്ടായിരുന്നില്ല. മോർണിംഗ് ഒരു 10:30 ആകുമ്പോൾ പോയി. ഇനി കുറച്ച് നേരം നടക്കും, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം. ജസ്റ്റ് ഒന്നല്ല, പുറത്ത് ഇറങ്ങി നടക്കാറുണ്ട് ഈ ഒരു ടൈമിൽ. ചായ കുടിയും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സുഖം കിട്ടും. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു Q&A ചോദിച്ചിട്ട്. ഡ്രസ്സ് പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. Q&A ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ഒരു Q&A സെക്ഷനായിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഫുള്ള് പാടും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ. സാധാരണ എല്ലാവരുടെ പോലെ തന്നെയാട്ടോ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ കുറച്ച് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുള്ള് പമ്മില്ലാത്ത കാരണം എല്ലാം കൂടി പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം ഞാൻ ഇതാക്കാൻ നോക്കിയിട്ടുണ്ട്, എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചേട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് ഞാൻ മറ്റേ ഇൻസ്റ്റഗ്രാമിലൊരു Q&A എന്താ പറയുക, ഒരു ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ചോദിക്കുക, എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ മുന്നേ ഒരിക്കലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ വെയിൽ ഒതുക്കിയിട്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ചേട്ടൻ്റെ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്താനും ആരും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.